ഹലോ ഹായ്. നമുക്ക് ഇതേപോലുള്ളൊരു ഗ്രാനി സ്ക്വയർ എങ്ങനെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും നോക്കാം കേട്ടോ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രാനി സ്ക്വയർ ആണ്. ഇപ്പോൾ റീസെൻ്റായിട്ട് ഇൻസ്റ്റയിലും അതേപോലെ യൂട്യൂബിലും ഒക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ബന്ധാന ഉണ്ടല്ലോ, അതൊക്കെ ഈ ഒരു ഗ്രാനി സ്ക്വയറിൻ്റെ പാറ്റേൺ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യാൻ നോക്കാം. ആദ്യം നമ്മൾ രണ്ട് കളർ യാണ് വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് മാജിക് റിങ് ഉണ്ടാക്കാം കേട്ടോ. അതിലൊരു കളർ യാണ് വെച്ചിട്ട് നമ്മൾ മാജിക് റിങ് ഉണ്ടാക്കുക. മാജിക് റിങ് ഉണ്ടാക്കിയിട്ട് മാജിക് റിങ്ങിലോട്ട് നമുക്ക് 3 ചെയിൻസ് ഇട്ട് കൊടുക്കണം കേട്ടോ. 1 2 3 3 ചെയിൻസ് ഇട്ടിട്ടുണ്ട് നമ്മൾ. ഇനി നമുക്ക് 2 ഡബിൾ ക്രോഷ്യ മാജിക് റിങ്ങിലോട്ട് ചെയ്യണം കേട്ടോ. 1, രണ്ടാമത്തെ ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഇനി ഈ 3 ചെയിൻസും പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ള 2 ഡബിൾ ക്രോഷ്യയും ചേർത്തിട്ട് നമുക്കൊരു ക്ലസ്റ്റർ എന്ന് വിളിക്കാം കേട്ടോ. ഈ ഒരു ക്ലസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും 2 ചെയിൻ ഇടുക. 2 ചെയിൻ ഇട്ടിട്ട് മാജിക് റിങ്ങിലോട്ട് വീണ്ടും നമ്മൾ 3 ഡബിൾ ക്രോഷ്യ ചെയ്യണം കേട്ടോ. 1, 2, 3. ഇപ്പം നമ്മുടെ ഡബിൾ ക്രോഷ്യേൻ്റെ രണ്ടാമത്തെ ക്ലസ്റ്റർ ആയിട്ടുണ്ട് കേട്ടോ. ഇനി 2 ചെയിൻ ഇടുക. വീണ്ടും മാജിക് റിങ്ങിലോട്ട് നമ്മൾ 3 ഡബിൾ ക്രോഷ്യ ചെയ്യണം. 1 2 2 3. ഇപ്പം നമ്മളത് 3 ക്ലസ്റ്റർ ആയിട്ടുണ്ട്. ഇനി 2 ചെയിൻസ് ഇടുക കേട്ടോ. 2 ചെയിൻ ഇട്ടിട്ട് നമ്മൾ വീണ്ടും അടുത്ത ക്ലസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യത്തെ ഡബിൾ ക്രോഷ്യ ചെയ്തു, രണ്ടാമത്തെ ഡബിൾ ക്രോഷ്യ ചെയ്യട്ടെ. ഇനി 3 ഡബിൾ ക്രോഷ്യ, ഒരു ഡബിൾ ക്രോഷ്യ കൂടി ചെയ്തു. വീണ്ടും 2 ചെയിൻ ഇടുക. എന്നിട്ട് ഇനി നമ്മുടെ മാജിക് റിങ് ക്ലോസ് ചെയ്യുക കേട്ടോ. യാണ് നന്നായിട്ട് വലിച്ച് ടൈറ്റൻ ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ 1 2 3 ചെയിൻ സ്റ്റാർട്ടിങ്ങിൽ 1 2 3 ചെയിൻ എണ്ണിയിട്ട് അതിൽ 3rd ചെയിനിലോട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. 3rd ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് യാൺ ഓവർ ചെയ്തിട്ട് വലിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഹുക്കിൽ 2 ലൂപ്പ് ഉണ്ടാവും കേട്ടോ. ആദ്യത്തെ ലൂപ്പ് രണ്ടാമത്തെ ലൂപ്പിലൂടെ വലിച്ചെടുക്കണേ. എന്നിട്ടൊരു സിസർ വെച്ചിട്ട് യാണ് കട്ട് ചെയ്തിട്ട് ഹുക്ക് വെച്ചിട്ട് നന്നായിട്ട് വലിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതിവിടെ ലോക്കായിട്ട് നിൽക്കും. ഇനിയിപ്പോൾ നമ്മൾ ഈ കളർ യാണ് വെച്ചിട്ടുള്ള ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത യാണ് എങ്ങനെ അറ്റാച്ച് ചെയ്യാൻ നോക്കാം കേട്ടോ. നമ്മളിനി 4 കോർണറിലായിട്ടാണ്, അതായത് ഈ 2 ചെയിനിൻ്റെ ഗ്യാപ്പ് ഉണ്ടല്ലോ 4 കോർണറിലായിട്ട്, അവിടെയാണ് കേട്ടോ നമ്മളിനി വർക്ക് ചെയ്യാം. അതിലേക്ക് ഒരു ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്യാൻ ഉദ്ദേശിച്ച യാണ് ആ ഒരു 2 ചെയിൻ ഗ്യാപ്പിലൂടെ വലിച്ചെടുക്കുക. എന്നിട്ട് അവിടെ ഒരു ചെയിൻ ചെയ്തിട്ട് കുഞ്ഞൻ്റെ അവിടെ നിന്ന് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള 2 ചെയിൻ കൂടി ചെയ്യുക കേട്ടോ. 3 ചെയിൻ ചെയ്തിട്ട് നമ്മൾ അതേ സ്പേസിലോട്ട്, ഇപ്പോൾ നമ്മൾ ഈ 3 ചെയിൻ ചെയ്ത അതേ 2 ചെയിൻ ഗ്യാപ്പിലോട്ട് വീണ്ടും 2 ഡബിൾ ക്രോഷ്യ ചെയ്യണം കേട്ടോ. 1 2. ഇനി നമ്മൾ വീണ്ടും 2 ചെയിൻ ഇട്ട് കൊടുക്കുക. സെയിം 2 ചെയിൻ ഗ്യാപ്പിലോട്ട് വീണ്ടും 3 ഡബിൾ ക്രോഷ്യ ചെയ്യണം. 1 2 3. ഈ കോർണറിലെ വർക്ക് ഇതോടുകൂടി കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് അടുത്ത കോർണറിലേക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് 2 ചെയിൻ ഇട്ട് കൊടുക്കുക. 1 2
ഇനി അടുത്ത കോർണറിലോട്ട് വീണ്ടും 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക കേട്ടോ. 1 2 3. വീണ്ടും 2 ചെയിൻ ഇടുക. സെയിം ഗ്യാപ്പിലോട്ട് വീണ്ടും 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക കേട്ടോ. 1 ഡബിൾ ക്രോഷ്യ, 2 3. വീണ്ടും 2 ചെയിൻ ഇട്ട് കൊടുക്കുക കേട്ടോ. 1 2. ഇനി നമ്മൾ ഇപ്പോൾ മുന്നേ ചെയ്തില്ലേ അതേപോലെ അടുത്ത കോർണറിലും 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക, 2 ചെയിൻ ഇടുക, വീണ്ടും 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത കോർണറിലും ഇതന്നെ ചെയ്യണം. അപ്പം നമ്മൾ 4 കോർണറിലായിട്ട് നമ്മൾ ഡബിൾ ക്രോഷ്യേസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ 2 ചെയിൻ കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ പോലെ തന്നെ മൂന്നാമത്തെ ചെയിനിലോട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്തിട്ട് തിരിച്ചെടുക്കുക. നമ്മുടെ ഹുക്കിൽ 2 ലൂപ്പ് ഉണ്ടാവും. ആദ്യത്തെ ലൂപ്പ് രണ്ടാമത്തെ ലൂപ്പിലൂടെ എടുത്തിട്ട് ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് യാൺ കട്ട് ചെയ്തിട്ട് ഹുക്ക് വെച്ചിട്ട് അതൊന്ന് വലിച്ചെടുക്കാം. അപ്പം നമ്മുടെ 2 റോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സെൻറ്ററിൽ യൂസ് ചെയ്തിട്ടുള്ള അതേ കളർ വെച്ചിട്ട് തന്നെ 3rd റോ ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ 2 കോർണറിന് നടുവിലുള്ള 2 ചെയിൻ സ്പേസിലാണ് കേട്ടോ നമ്മൾ വർക്ക് ചെയ്യാം. 4 വശത്തും ഉണ്ട് നമുക്ക് ഈ 2 ചെയിൻ ഗ്യാപ്പ് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ യാൺ എടുക്കുക. എന്നിട്ട് 2 ചെയിൻ സ്പേസിലോട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് യാൺ അതിലൂടെ തിരിച്ച് വലിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് അവിടെ ഒരു ചെയിൻ ചെയ്യാം. എന്നിട്ട് നമ്മുടെ കുഞ്ഞെൻ്റെ അവിടെ നിന്ന് മാറ്റിയിട്ട് വീണ്ടും 2 ചെയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതേ സ്പേസിലോട്ട് ഈ 2 ചെയിൻ ഗ്യാപ്പിലോട്ട് വീണ്ടും 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് വർക്ക് ചെയ്യാനുള്ളത് അടുത്ത കോർണറിലോട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് 2 ചെയിൻ ഇട്ട് കൊടുക്കുക. ഇനി കോർണറിലോട്ട് 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ കോർണറിൽ 3 ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി വീണ്ടും 2 ചെയിൻ ഇടുക കേട്ടോ. ഇനി അതേ കോർണർ സ്പേസിലോട്ട് അതേ 2 ചെയിൻ ഗ്യാപ്പിലോട്ട് വീണ്ടും 3 ഡബിൾ ക്രോഷ്യ ചെയ്യണേ. ഇനി നമ്മൾ വീണ്ടും 2 ചെയിൻ ചെയ്തിട്ട് അടുത്ത സെൻട്രൽ സ്പേസിലോട്ട് 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക കേട്ടോ. അടുത്ത 2 ചെയിൻ ഗ്യാപ്പിലോട്ട് 3 ഡബിൾ ക്രോഷ്യ ചെയ്യാം. എന്നിട്ട് ഇതന്നെ റിപ്പീറ്റ് ചെയ്യുക കേട്ടോ. ഈ ഒരു രീതിയിൽ തന്നെ ഈ ഒരു റൗണ്ട് റിപ്പീറ്റ് ചെയ്യാണ് നമ്മൾ വേണ്ടത്. വീണ്ടും 2 ചെയിൻ ഇടുക. അടുത്ത കോർണറിലോട്ട് നമ്മൾ 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക. വീണ്ടും 2 ചെയിൻ ഇട്ടിട്ട് അതേ സ്പേസിലോട്ട് നമ്മൾ വീണ്ടും 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക കേട്ടോ.
അപ്പം നമ്മുടെ 2 കോർണർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് 2 കോർണറിലും കൂടി ചെയ്യാനുള്ളൂ. 2 ചെയിൻ ചെയ്തിട്ട് നമ്മൾ അടുത്ത് 2 കോർണറിന് നടുവിലുള്ള സ്പേസിലോട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് അവിടെ വീണ്ടും നമ്മൾ 3 ഡബിൾ ക്രോഷ്യ ചെയ്യാണ്. ഇതേപോലെ ബാക്കിയുള്ള 2 കോർണറിലും കൂടി ഡബിൾ ക്രോഷ്യേസ് ചെയ്യുക കേട്ടോ. മുന്നേ ഉള്ള ഒരു പാറ്റേൺ തന്നെ ഫോളോ ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് 2 ചെയിൻ ഇടാം. എന്നിട്ട് 2 ചെയിൻ ഇട്ടിട്ടാണ് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇടേണ്ടത് കേട്ടോ. എപ്പോഴും ഈ ഒരു ഗ്രാനി സ്ക്വയർ ചെയ്യുമ്പോൾ ലാസ്റ്റ് നമുക്ക് 2 ചെയിൻ ചെയ്തിട്ടാണ് സ്ലിപ്പ് സ്റ്റിച്ച് ഇടാൻ വേണ്ടിയിട്ട് ഉണ്ടാവുക. എന്നിട്ട് നമ്മൾ 3ാമത്തെ ചെയിനിലോട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് യാണ് കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് ഹുക്ക് ഇങ്ങനെ വലിച്ചു വിടുമ്പോൾ ഇത് ലോക്കായിട്ട് ഇവിടെ സെക്യൂർ ആയിട്ട് നിൽക്കും കേട്ടോ. എന്നിട്ട് പുറകിലുള്ള ഈ യാൺസൊക്കെ നീറ്റായിട്ട് തുന്നിയിട്ട് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. ഒറ്റയടിക്ക് കട്ട് ചെയ്യരുത്, അപ്പോൾ അത് അവിടെ നിന്ന് വിട്ടു പോരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ല നീഡിൽ വെച്ചിട്ട് നീറ്റായിട്ട് തുന്നിയിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും. പിന്നെ നമ്മൾ ഗ്രാനി സ്ക്വയർ നല്ല ഷേപ്പിലും പെർഫെക്റ്റ് ആയിട്ടും നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബ്ലോക്കിംഗ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് യൂസ് ചെയ്യാം കേട്ടോ. ഇച്ചിരിയും കൂടി നീറ്റായിട്ട് അതിൻ്റെ കോർണേഴ്സൊക്കെ നല്ല രീതിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബ്ലോക്കിംഗ് എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യാം.